ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഞങ്ങളുടെ ദിവ്യഭാഗവതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ പ്രഥമസ്കന്ധം 13-ാമത്തെ അധ്യായത്തിൻ്റെ 27-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് വായിക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് വീണ്ടും 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 നമ്മളത് റിപ്പീറ്റ് ചെയ്യുന്നതോടുകൂടി ക്ഷീരബലി ആവർത്തിക്കുന്നത് പോലെ എന്നാണ് പറയുക. ആവർത്തിക്കും തോറും നമ്മൾക്ക് അതിൽ നിന്ന് കൂടുതൽ രസം കിട്ടും. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഹ എന്നാണ് പറയുന്നത്. ഭാഗവത രസം കിട്ടണമെങ്കിൽ എന്ത് വേണം? വിശ്വാസത്തോടു കൂടി നമ്മൾ വീണ്ടും 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 ആവർത്തിക്കണം. ആവർത്തിച്ച് കഴിഞ്ഞാൽ രസം കിട്ടിക്കഴിഞ്ഞ പിന്നെ നമ്മൾക്കത് ഉപേക്ഷിക്കാൻ സാധിക്കില്ല. അപ്പോൾ 27-ാമത്തെ ശ്ലോകമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. യസ്വകാൽപരതോ വേഹ ജാതനിർവേദ ആത്മവാൻ ഹൃതികൃത്വാ ഹരിം ഗേഹാൽ പ്രവ്രതേൽ സ നരോത്തമ. കൃപണനെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ധീരനെക്കുറിച്ച് പറഞ്ഞു, നരോത്തമനെക്കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. യഹ സ്വകാൽ പരതഃ വാ ഇഹ ജാത നിർവേദ ആത്മവാൻ ഘൃതി കൃത്വാ ഹരിം ഗേഹാൽ പ്രവ്രജേൽ സ നരോത്തമഃ. അതായത് സ്വന്തം അവനവന് മനസ്സിൽ തോന്നിയിട്ട് എന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് ആണ്, ഏതെങ്കിലും ഗുരുനാഥന്മാരുടെ ഒക്കെ ആചാര്യന്മാരുടെയൊക്കെ പ്രേരണ കൊണ്ട് ഈ ഭൗതിക ജീവിതം മിഥ്യയാണ് എന്നുള്ളതും ഇത് ക്ലേശം അനുഭവിക്കുന്നതാണ് എന്നും മനസ്സിലാക്കിയിട്ട് അവനവൻ്റെ ഗൃഹം ഉപേക്ഷിച്ചുകൊണ്ട് ഹൃദയത്തിൽ ശ്രീഹരിയുടെ രൂപത്തിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഭഗവാനെ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് ആരാണോ ഗൃഹത്തിൽ നിന്നും പോകുന്നത് ആ വ്യക്തി തീർച്ചയായിട്ടും ഉത്തമനായിട്ടുള്ള ആളാണ്. ഉത്തമനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ആ ആളെയാണ് നരോത്തമൻ എന്ന് പറയുന്നത് എന്നാണ്. ധീരൻ എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് ആകുലചിത്തനാകാത്തവൻ എന്നാണ് ധീരൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. പിന്നെ സന്യാസി, വികാരങ്ങൾക്ക് അതീതനായിട്ടുള്ള ആളെ ആണ് പരിവ്രാജകൻ, സന്യാസി എന്ന് പറയുന്നത്. ശ്രവണ കീർത്തന പ്രക്രിയയിലൂടെ, ശ്രവണം കീർത്തനം എന്നുള്ള ആ മാർഗത്തിൽ കൂടെ, നവവിധമായ മാർഗത്തിൽ കൂടെ ഭഗവാനെക്കുറിച്ച് പൂർണ്ണമായിട്ടും ഉള്ള ബോധത്തോടു കൂടെ ആശ്രയിച്ചുകൊണ്ട് ഭഗവാനെ സേവിക്കുന്നവർ ആ ആളെയാണ് നരോത്തമൻ എന്ന് പറയുന്നത് എന്നാണ്. അപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള ഭഗവത് ഭക്തൻ, ആ ഭക്തൻ നരോത്തമൻ എന്നാണ് അറിയപ്പെടുന്നത് എന്നാണ്. അപ്പോൾ എന്താണ് സർവേശ്വരനായിട്ടുള്ള ഭഗവാൻ എപ്പോഴും തന്നോട് കൂടെ ഉണ്ട് എന്നുള്ളതും ഏത് പരിതസ്ഥിതിയിലും തന്നെ രക്ഷിക്കും എന്നുള്ള ആ ഉറപ്പ് ആണ് നരോത്തമനായിട്ടുള്ള ആ ആൾക്ക്, 3-ാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കുള്ളത് എന്ന് സൂചിപ്പിക്കുന്നു. ഇനി 28-ാമത്തെ ശ്ലോകം.
അധോദീജ്യം ദിശം യാതോ സ്വൈരജ്ഞാതഗതിർഭവാൻ ഇഹോർവാഗ് പ്രായശകാല പുംസാം ഗുണവികർഷണ. അഥ ഉദീചിയും ദിശം യാതു സ്വൈഃ അജ്ഞാതഗതിഃ ഭവാൻ ഇതഃ അർവാക് പ്രായശഃ കാലഃ പുംസാം ഗുണവികർഷണഃ. അതായത് മനുഷ്യരുടെ എല്ലാ സദ്ഗുണങ്ങളും ക്ഷയിക്കുന്ന കാലമാണ് ഇപ്പോൾ അത് വരുന്ന കാലം കാത്തു നിൽക്കാതെ. കാരണം കലിയുഗമാണ്. അപ്പോൾ അനുനിമിഷം എല്ലാ ഗുണങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുറഞ്ഞ് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ അത്ര കാലം അങ്ങ് കാത്തു നിൽക്കാതെ അങ്ങ് വളരെ പെട്ടെന്ന് ബന്ധുജനങ്ങളുടെ അറിവോ സമ്മതമോ കൂടാതെ ഉത്തരദിശയിലേക്ക്, ഉത്തരദിശ എന്ന വടക്കേ ഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? നോർത്തിലേക്ക് പോകും തോറും ആത്മീയത കൂടി വരുന്നു. മഹാകുംഭമേള നടക്കണു, എത്ര കോടിക്കണക്കിന് ആളുകൾ അല്ലേ? അവിടെ ഒരു ദിവസം തന്നെ 1.5 കോടിയോളം ആൾ സ്നാനം ചെയ്തു എന്നാണ് പറയുന്നത്. എന്തേ കാരണം? അവിടെ വടക്കോട്ട് പോകുന്നതും ആത്മീയത കൂടി വരുന്നു, വിശ്വാസം കൂടി വരുന്നു. അവർ എതിർക്കില്ല ഭഗവാനെ. ഭക്തന്മാരായിട്ടുള്ളവരാണ്, ഉറച്ച വിശ്വാസം. ചെറിയ കുട്ടികളടക്കം നല്ല വിശ്വാസമുള്ളവരാണ് എന്നാണ്. സൗത്തിലേക്ക് വരുന്തോറും നിരീശ്വരവാദം വർദ്ധിക്കുന്നു, കൊടികളുടെ എണ്ണം കൂടുന്നു, പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ജീവിതത്തിൻ്റെ ഒരു ചിട്ടയില്ലാത്ത തോന്നിയതുപോലെ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാവണു. വടക്കോട്ട് പോകുന്തോറും ആത്മീയത കൂടുന്നു, ജീവിതത്തിൻ്റെ ചിട്ട ഉണ്ടാവണു, ഈശ്വരനെ കുറിച്ചുള്ള ചിന്തകൾ വളർന്നു വരുന്നു. അതാണ് രണ്ടും കൂടിയുള്ള വ്യത്യാസം. അതാണ് ഈ ഉത്തരദിശയിലേക്ക് ഹിമാലയം ലക്ഷ്യമാക്കിയിട്ട് അങ്ങ് സഞ്ചരിക്കൂ എന്ന് ഇവിടെ വിതുരൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എത്രയും കലിയുഗം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ എത്രയും വേഗം കൊട്ടാരം ഉപേക്ഷിച്ച് അങ്ങ് പോവേണ്ടതാണ് എന്നാണ് ധൃതരാഷ്ട്രരോട് വിതുരൻ ഉപദേശിക്കുന്നത് എന്നാണ്. അപ്പോൾ നരോത്തമൻ്റെ പദവിയിലേക്ക് അങ്ങക്ക് ഉയരാൻ സാധിക്കുമോ അതറിയില്ല. എന്നാലും അങ്ങ് ഒരു ധീരപദവിയിൽ തന്നെയെങ്കിലും അങ്ങ് ആവേണ്ടതാണ് എന്നാണ് ഈ ധൃതരാഷ്ട്രരോട് വിതുരൻ ഉപദേശിക്കുന്നത് എന്നാണ്. 29 ഏവം രാജാ വിതുരേണ അനുജേന പ്രജ്ഞാചക്ഷുർബോധിതോ ഹ്യാജമീഢ ചിത്വാസേഷു സ്നേഹപാശാദ്യഠിംനോ നിശ്ചക്രാമ ഭ്രാതസന്ദർശിതാധ്വാം. ഏവം രാജാ വിതുരേണ അനുജേന പ്രത്യാചക്ഷുർബോധിതോ ഹ്യാജമീഢ ചിത്വാസേഷു സ്നേഹപാശാദ്യഠിംനോ നിശ്ചക്രാമ ഭ്രാതസന്ദർശിതാധ്വാം. ഏവം രാജാ വിതുരേണ അനുജേന പ്രജ്ഞാചക്ഷുഃ ബോധിതഃ ആജമീഢഃ ചിത്വാ സ്വേഷു സ്നേഹപാശാൽ ദൃഢിംനഃ നിശ്ചക്രാമ ഭ്രാത് സന്ദർശിത അധ്വാ. അതായത് അജമീഢ വംശത്തിലാണ് ധൃതരാഷ്ട്രൻ ജനിച്ചത് എന്ന് പറയും. അത് ആജമീഢ എന്ന് പറയാൻ അതാണ് കാരണം. അജമീഢ വംശത്തിലാണ് ധൃതരാഷ്ട്രൻ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ആ വിതുരൻ്റെ ഉപദേശം കേട്ട സമയത്ത് വളരെ പെട്ടെന്ന് ധൃതരാഷ്ട്രർ പൂർണ്ണ ജ്ഞാനമുള്ള ആളായിട്ട് മാറി. കാരണം ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് ഭഗവാനോട് കൂടിയിട്ട് ലീലകൾ ചെയ്യാൻ വന്നിട്ടുള്ളവരാണ് ഇതിലുള്ള കഥാപാത്രങ്ങൾ മുഴുവൻ. അപ്പോൾ അവരുടെ മുഴുവൻ ഭഗവാൻ ഇവിടെ ലീല ഉപേക്ഷിച്ച് ഭഗവാൻ പോകുന്ന സമയത്ത്, ഭഗവാനിത് ഇവിടുത്തെ ലീലകൾ അവസാനിപ്പിക്കുന്ന സമയത്ത് ആ കഥാപാത്രങ്ങളും കൂടി ഇവിടുന്ന് ഭഗവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരണം. അതാണ്. അപ്പോൾ ഇത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന പുരുഷാർത്ഥങ്ങൾ, അതിൽ അർത്ഥം എന്നുള്ള പുരുഷാർത്ഥത്തിനെ പ്രതിനിധീകരിക്കുകയാണ് ധൃതരാഷ്ട്രർ. ആ ധൃതരാഷ്ട്രർക്ക് വിതുരൻ്റെ ആ വാക്കുകൾ, ഉത്ബോധനങ്ങൾ കേട്ട സമയത്ത് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം ഉണ്ടായി എന്നാണ് പറയുന്നത്. അദ്ദേഹം വളരെ പെട്ടെന്ന് ദൃഢനിശ്ചയമെടുത്തു. ഇതേവരെയുള്ള കുടുംബ ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ചുകൊണ്ട് അദ്ദേഹം വിതുരൻ്റെ കൂടെ
ആ നിർദ്ദേശമനുസരിച്ച് മോക്ഷത്തിനായിട്ട് ഉടൻ തന്നെ കൊട്ടാരം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം യാത്രയായി എന്നാണ്. അപ്പോൾ എന്താണ് ഒരു ഭക്തനുമായിട്ടുള്ള ഒരു സംഘം വളരെ പെട്ടെന്ന് ഒരു വ്യക്തിയെ ആത്മീയമായി വളരെയധികം ഉയരാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താ ഹ്യമ്മയാന് തീർത്ഥാന ദേവ മൃച്ഛിലാമയ ദേവനന്ദുരു കാലേന ദർശനാദേവ സാധവ എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ ഒരു ശ്ലോകമുണ്ട്. അതായത് ഇപ്പോൾ ഒരു തീർത്ഥ സ്നാനം ചെയ്യണമെന്ന് വിചാരിക്കുക. കുറേ കാലം ഒരു തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ മാത്രമേ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നുള്ളൂ. പിന്നെ ഒരു ക്ഷേത്രത്തിൽ എത്രയോ കാലം നമ്മൾ ദർശനം നടത്തിയാൽ മാത്രമേ ക്ഷേത്രം നമ്മൾ മാനസികമായിട്ട് ശുദ്ധീകരിക്കപ്പെടുന്നുള്ളൂ. എന്നാൽ യൂയം ദർശനമാത്രത സജ്ജനങ്ങൾ അവരുടെ ഒരു ദൃഷ്ടി ഉണ്ടായാൽ മതി. അവരുടെ ഒരൊറ്റ ദൃഷ്ടി കൊണ്ട് തന്നെ ഏത് മഹാഭാവിയെയും ശുദ്ധീകരിക്കാനുള്ള കഴിവ് ആ സജ്ജനത്തിനുണ്ട് എന്നാണ്. വിതുരൻ അതേപോലെ ഒരു സജ്ജനമാണ്, മഹാത്മാവാണ്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ ധൃതരാഷ്ട്രർക്ക് മോക്ഷം കൊടുക്കാൻ ഈ അറിവ്, ഈ ഒരു ജ്ഞാനത്തിനെ അനുഭവപ്പെടുത്താൻ സാധിച്ചത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത് എന്താണ്? നമ്മൾക്ക് സംഘം വേണം. ആരായിട്ട് വേണം? സംഘം വേണ്ട എല്ലാവരും പറയാറുണ്ട്. പ്രഹ്ലാദൻ പറയണു എല്ലാവരും സംഘം വേണ്ട എന്ന് പറയാറുണ്ട്. ഇവിടെ സംഘം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല എന്നാണ് പ്രഹ്ലാദൻ പറയണത്. എന്തേ സംഘം ഉണ്ട്? അത് ആരായിട്ട്? ഭഗവത് പ്രിയേഷു എന്നാ സംഘം ആരായിട്ട്? ഭഗവാന്റെ ഭക്തന്മാരായുള്ള സംഘത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കേണ്ടതാണ്. അത് സർവ വിധത്തിലുള്ള ഭൗതികമായ സംഘങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള ദോഷങ്ങളെയെല്ലാം ഭഗവാന്റെ സജ്ജനങ്ങളായുള്ള സംഘം വരുന്ന സമയത്ത് ആ ദോഷങ്ങളൊക്കെ ഇല്ലാതായിട്ട് മാറുന്നു എന്നാണ്. അപ്പോൾ അദ്ദേഹം ഏകനായി കൊട്ടാരം ഉപേക്ഷിച്ചിട്ട് പോയി എന്നാണ് പറയുന്നത്. എന്നിട്ട് അവർക്ക് അങ്ങനെയുള്ള സന്യാസിമാർക്ക് ഏറ്റവും യോജിച്ച സ്ഥലം എവിടെയാണ്? ഹിമാലയ പർവ്വതത്തിൻ്റെ ആ ഭാഗത്തിലാണ് മിക്കവാറും സന്യാസിമാർ എത്തിച്ചേരാറുള്ളത് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, ധീരന്മാരായിട്ടുള്ളവർക്ക്, എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്ന സന്യാസിമാർക്ക് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഹിമാലയമാണ്. എന്നാൽ ശ്രവണ കീർത്തനങ്ങളെ കൊണ്ട് നവവിധ ഭക്തിയിൽ കൂടെ കൃഷ്ണപ്രാപ്തി ആഗ്രഹിക്കുന്ന ഒരു നരോത്തമനായിട്ടുള്ള ആൾക്ക് എവിടെയാണ് അവർക്ക് ഇഷ്ടപ്പെടുക? എവിടെയാണ് അവർ എത്തിച്ചേരേണ്ടത്? വൃന്ദാവനം മുതലായിട്ടുള്ള വൃന്ദാവനം, മധുര, ദ്വാരക, പുരി ജഗന്നാഥ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ എത്തിച്ചേരാനാണ് അങ്ങനെയുള്ള ഭക്തന്മാർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ പോകാൻ നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കുമോ? എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. പ്രാർത്ഥിക്കാം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥന അത് ആത്മാർത്ഥമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എവിടെ ഇരുന്ന് കഴിഞ്ഞാലും നമ്മൾ ഇരിക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ അതിനെ വൃന്ദാവനമാക്കി മാറ്റാൻ, മധുരയാക്കിയിട്ട് മാറ്റാൻ, ജഗന്നാഥപുരിയായിട്ട് മാറ്റാൻ സാധിക്കും. അവൻ്റെ മനസ്സ്, അതായത് ആത്മാർത്ഥമായിട്ട് ഭഗവാന്റെ തിരുനാമം ജപിക്കുക, ആത്മാർത്ഥമായിട്ട് ഭഗവാനെ ഭജിക്കുക, ഭഗവാന്റെ പൂജകൾ ചെയ്യുക, ഭാഗവതം വായിക്കുക, സത്സംഗത്തിൽ ഏർപ്പെടുക. അങ്ങനെയാണെങ്കിൽ ആ വൃന്ദാവനത്തിൻ്റെ അതേപോലെ ജഗന്നാഥപുരിയുടെ പുണ്യക്ഷേത്രങ്ങളുടെ ദിവ്യമായിട്ടുള്ള അനുഭൂതി അവനവനിരിക്കുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് അനുഭവപ്പെടുത്താൻ സാധിക്കും. അനുഭവപ്പെടുത്തിയിട്ടുള്ള അനേക മഹാത്മാക്കളുണ്ട്. അവർ വൃന്ദാവനത്തിൽ പോയിട്ടില്ല, പക്ഷേ വൃന്ദാവനത്തിലെ ആ ദൃശ്യങ്ങളെ നേരിട്ട് അവർക്ക് കാണാൻ, അനുഭവപ്പെടാൻ സാധിച്ചു. അതുമാത്രമല്ല മറ്റുള്ളവർക്ക് അനുഭവപ്പെടുത്താനും അവർക്ക് സാധിച്ചു. അങ്ങനെ അനേകം ഭക്തന്മാരുണ്ട് എന്നാണ്. അജാതശത്രു 31-ാമത്തെ ശ്ലോകം. അജാതശത്രു കൃതമയത്രോഹുത നിർവിപ്രാന്നത്വാ തിലകോ ഭൂമിരുക്മൈഃ ഗൃഹം പ്രവിഷ്ടോ ഗുരുവന്ദനായ ന ചാപശ്യൽ പിതരൗ സൗബര്യം ച. അജാതശത്രു കൃതമൈത്രഃ ഹുത അഗ്നേ വിപ്രാൻ നത്വാ തിലഗോ ഭൂമിരുക്മൈഃ ഗൃഹം പ്രവിഷ്ടഃ ഗുരുവന്ദനായ ന ച അപശ്യൽ പിതരൗ സൗബര്യം ച.
ശത്രു എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരിക്കലും ജനിക്കാത്ത ശത്രു. ഈ യുധിഷ്ഠിര മഹാരാജാവിനെ അജാത ശത്രു എന്ന് പറയാറുണ്ട്. യുധിഷ്ഠിരനെ സംബന്ധിച്ച് ഒരാളും ശത്രുവില്ല, എല്ലാവരും അദ്ദേഹത്തിന് മിത്രങ്ങളാണ്. ശത്രുഭാവത്തിൽ ആരെയും കാണാൻ സാധിക്കില്ല. അദ്ദേഹം തൻ്റെ പ്രഭാതത്തിലുള്ള കർമ്മങ്ങൾ കഴിഞ്ഞിട്ട്, അതായത് നിത്യകർമ്മങ്ങൾ, പ്രാർത്ഥന, സൂര്യദേവന് നമസ്കാരം, അഗ്നിഹോത്രം മുതലായിട്ടുള്ളത്, അതേപോലെ ധാന്യങ്ങൾ, ഗോക്കൾ, പശുക്കൾ, ഭൂമി, സ്വർണം ഇവയൊക്കെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുക. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം തൻ്റെ വലിയച്ഛനെ നമസ്കരിക്കാനായിട്ട് കൊട്ടാരത്തിൽ വന്ന സമയത്ത് രണ്ടുപേരെയും പിതരൗ സൗബലിയും ച, ധൃതരാഷ്ട്രയും ഗാന്ധാരിയെയും കാണണില്ല, അവിടെ വിതുരനെയും കാണണില്ല എന്നാണ്. ജ്യേഷ്ഠന്മാർക്ക് ഏറ്റവും ചെയ്യേണ്ടതായിട്ടുള്ള ചില കർമ്മങ്ങളുണ്ട്, അല്ലെങ്കിൽ ഗൃഹസ്ഥന്മാർക്ക് എന്നാണ്. ഇതൊക്കെ ഈ 5 കാര്യങ്ങൾ, അതായത് പല അഗ്നിഹോത്രയജ്ഞം എന്നത്, അഗ്നിഹോത്രം മുതലായിട്ടുള്ളത്, പിന്നെ ദാനങ്ങൾ ചെയ്യുക എന്നത്, ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുക മുതലായിട്ടുള്ളത്, ഇതെല്ലാം, പിന്നെ അവനവൻ്റെ മൂത്ത ആളുകളെ നമസ്കരിക്കുക എന്നത്, ഇതൊക്കെ ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമാണ് എന്നാണ്. അങ്ങനെ ധാർമ്മികമായിട്ടുള്ള മാർഗത്തിൽ കൂടെ ജീവിക്കുന്ന വ്യക്തിയാണ് ഗൃഹസ്ഥൻ എന്ന് പറയുന്നത്. ഒരു ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം കഴിയുന്നവരുണ്ട് ഗൃഹത്തിൽ, അവരെ ഗൃഹമേധി എന്നാണ് പറയുക. ഗൃഹമേധി അവരുടെ ഗൃഹസ്ഥനായി മാറണം, ഗൃഹസ്ഥ ആശ്രമമാണ് സ്വീകരിക്കേണ്ടതായിട്ടുള്ളത് എന്നാണ് ആചാര്യന്മാർ സൂചിപ്പിക്കാറുള്ളത്. അവിടെ 2 പേരെയും കാണാതിരുന്ന സമയത്ത് സഞ്ജയനോട് തൻ്റെ ധൃതരാഷ്ട്രരുടെ പ്രത്യേക സഹചരനാണ് സഞ്ജയനോട് ചോദിക്കുകയാണ് ഇവിടെ. ശ്ലോകം നമ്പർ 32. തത്ര സഞ്ജയമാസീനം പപ്രച്ഛോദ്വിഗ്നമാനസ ഗാവൽഗണേക്വനസ്താദോ വൃദ്ധോ ഹീനശ്ച നേത്രയോः. തത്ര സഞ്ജയം ആസീനം പപ്രച്ഛഃ ഉദ്വിഗ്നമാനസഃ ഗാവൽഗണേ ക്വ നഃ താതഃ വൃദ്ധഃ ഹീനഃ ച നേത്രയോः. അതായത് വളരെ ആ പരിഭ്രമത്തോട് കൂടിയിട്ട് യുധിഷ്ഠിര മഹാരാജാവ് സഞ്ജയനോട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ വൃദ്ധനായിട്ടുള്ള അന്ധനായിട്ടുള്ള ഞങ്ങളുടെ വലിയച്ഛൻ എവിടെയാണ് പോയത്? ഇവർ കാണില്ലല്ലോ, 2 പേരെ ഇവിടെ, വിതുരനെ കാണില്ല, ഗാന്ധാരിയെ കാണില്ല, ധൃതരാഷ്ട്രയും കാണില്ല. അപ്പോൾ എവിടെയാണ് പോയത് എന്ന് ചോദിക്കുകയാണ്. 33-ാമത്തെ ശ്ലോകം. അംബാജഹതപുത്രാർത്ഥ ക്വഗതസുഹൃൽ അപി മയ്യകൃത പ്രജ്ഞേ ഹതബന്ധുസഭര്യയാ ആശംസമാന ശമലം ഗംഗായാം ദുഃഖിതോപതിൽ. അംബാ ച ഹതപുത്ര ആർത്ത ക്വ ഗത സുഹൃത് പിതൃവ്യഃ ക്വ ഗത സുഹൃത് അപി മയി അകൃതപ്രജ്ഞേ ഹതബന്ധു സ ഭാര്യയാ ആശംസമാന ശമലം ഗംഗായാം ദുഃഖിതഃ അപതൽ. അപ്പോൾ എൻ്റെ അഭ്യുദയകാംക്ഷിയാണ് വിതുരൻ. യുധിഷ്ഠിര മഹാരാജാവ് പറയാണ്, എനിക്ക് ഏറ്റവും നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള എൻ്റെ ചെറിയച്ഛൻ വിതുരൻ. പിന്നെ എല്ലാ പുത്രന്മാരും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എൻ്റെ അമ്മ, വലിയമ്മ ഗാന്ധാരി മാതാവ്, അതേപോലെ എല്ലാ പൗത്രന്മാരും എല്ലാവരും ബന്ധുക്കളും എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, എല്ലാം മരണപ്പെട്ടു പോയിട്ടുള്ള എൻ്റെ വലിയച്ഛനായിട്ടുള്ള ധൃതരാഷ്ട്രർ. അപ്പോൾ ഇവരൊക്കെ വളരെയധികം ദുഃഖം അനുഭവിച്ച് കഴിയുക എൻ്റെ വലിയച്ഛൻ. കാരണം എല്ലാവരും നഷ്ടപ്പെട്ട്, എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും നഷ്ടപ്പെട്ടു പോയിട്ട് വല്ലാതെ ദുഃഖിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ നന്ദി കെട്ട ഒരാളാണ്. എൻ്റെ അപരാധങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അദ്ദേഹം ചിന്തിച്ചിട്ട് സ്വന്തം പത്നിയോടൊപ്പം
ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് ഗംഗാനദിയിൽ എങ്ങനെ ശരീരം ഉപേക്ഷിച്ചിട്ടുണ്ടാവുമോ? യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ഒരു ശുദ്ധമായ മനസ്സ്, ശുദ്ധഭക്തൻ്റെ സ്വഭാവമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ട് ധൃതരാഷ്ട്രർ വാസ്തവത്തിൽ അവരെ കൊട്ടാരത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു. ഈ സൗകര്യങ്ങൾ ചെയ്തിട്ട് ഈ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ ദുര്യോധനൻ്റെ അസൂയ കൊണ്ട് ദുര്യോധനൻ ഇവരെ ധൃതരാഷ്ട്രർ അതിന് മൗനാനുവാദം നൽകി ഇവരൊക്കെ നശിപ്പിക്കാനായിട്ട്. എന്നാലും ധൃതരാഷ്ട്രർ അവരെ ആ ഗൃഹത്തിലേക്ക് കൊട്ടാരത്തിൽ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ഞാൻ അവരെ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചില്ലല്ലോ, ഞാൻ നന്ദി കെട്ടയാളായി മാറിയല്ലോ. ഒരു സജ്ജനത്തിൻ്റെ സ്വഭാവം ഇതാണ് എന്നാണ്. ധൃതരാഷ്ട്രർ വാസ്തവത്തിൽ താൻ ചെയ്തിട്ടുള്ള എല്ലാ ദുഷ്ടതകളുടെയും ഫലം ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടാണ് അനുഭവിച്ചിട്ടുള്ളത്. യുധിഷ്ഠിരൻ വളരെയധികം ഈ ദുഷ്കൃതങ്ങളെക്കുറിച്ചിട്ടൊക്കെ ധൃതരാഷ്ട്രർ ചെയ്ത ആ ദുഷ്ടതകളെക്കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കാറേയില്ല. ഇതൊരു സജ്ജനത്തിൻ്റെ ശുദ്ധാത്മാവായിട്ടുള്ള ഭഗവാൻ ആശ്രയിച്ചിട്ടുള്ള ഭക്തൻ്റെ സ്വഭാവമാണിത് എന്നും ഇവിടെ ശ്രീല പ്രഭുപാദർ സൂചിപ്പിക്കുന്നു. 24 പിതര്യപരതേ പാണ്ഡവ സർവാന്ന സുഹൃത ശിശൂൻ അരക്ഷതാം വ്യസനത പിതൃവ്യോക്കുഗതാവിധ പിതരി ഉപരതേ പാണ്ഡവ സർവാന്ന സുഹൃത ശിശൂൻ അരക്ഷതാം വ്യസനത പിതൃവ്യോക്കുഗതാ അവിധ ഗതൗ ഇത. അതായത് എൻ്റെ പിതാവ് യുധിഷ്ഠിര മഹാരാജാവ് പറയുന്നു, എൻ്റെ പിതാവ് പാണ്ഡു മഹാരാജാവ് ഈ ഒരു ലോകം വിട്ടു പോകുന്ന സമയത്ത് ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരുന്നു. എൻ്റെ അച്ഛൻ്റെ സഹോദരന്മാരായിരുന്നു ഞങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള രക്ഷയും തന്നിരുന്നത്, ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചത്. അപ്പോൾ അവർ രണ്ടുപേരും ഇവരെല്ലാവരും ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികൾ, വെൽവിഷേഴ്സായിരുന്നു, അഭ്യുദയകാംക്ഷികളായിരുന്നു എന്നാണ്. എന്നിട്ടും അവരെന്തിനാണ് ഇവിടുന്ന് പോയത്? ഞാൻ അവരോട് അപരാധം ചെയ്തിട്ടുണ്ട് എന്ന് യുധിഷ്ഠിര മഹാരാജാവിന് തോന്നുകയാണ്. അങ്ങനെ ചോദിക്കുകയാണ് സഞ്ജയനോട് എന്നാണ്. ശ്രീ സൂത ഉവാച 35 ശ്ലോകം. കൃപയാ സ്നേഹവൈക്ലവ്യാൽ സ്വതോ വിരഹകർഷിത ആത്മേശ്വരമചക്ഷാണോ ന പ്രത്യാഹാദി പീഡിതാം. കൃപയാ സ്നേഹവൈക്ലവ്യാത് സൂതഃ വിരഹകർഷിതഃ ആത്മേശ്വരം അചക്ഷ ആത്മൈശ്വരം അചക്ഷാണഃ ന പ്രത്യാഹ അതിപീഡിതഃ. സൂതഗോസ്വാമി പറയുകയാണ്, വളരെയധികം ദുഃഖത്തോടു കൂടിയിട്ട് മനസ്സൊക്കെ കൂടി ക്ഷോഭിച്ചിട്ടുണ്ട് ഈ സഞ്ജയന് എന്നാണ്. അപ്പോൾ വേണ്ട വിധത്തിൽ സംസാരിക്കാൻ പോലും സാധിക്കില്ല. അപ്പോൾ യജമാനനെ കാണാത്ത ആ ദുഃഖത്തിൽ യുധിഷ്ഠിരന് വേണ്ട വിധം ഉത്തരം കൊടുത്തില്ല, പറയാൻ സാധിക്കില്ല എന്നാണ്. കാരണം സന്തത സഹചാരിയായിരുന്നു സഞ്ജയൻ. അതുകൊണ്ട് അദ്ദേഹത്തിനോട് വളരെ സ്നേഹം ഉണ്ടായിരുന്നു, ബഹുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ആ ഭീമമായിട്ടുള്ള ആ ദുഃഖങ്ങളെക്കുറിച്ചിട്ടും എല്ലാം നേരിട്ട് കണ്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന വല്ലാത്തുള്ള ദുഃഖത്തിൻ്റെ അവസ്ഥ, മക്കളെല്ലാം നഷ്ടപ്പെട്ട്, അധികാരം നഷ്ടപ്പെട്ട്, പ്രായമായി, ഇങ്ങനെ ഒരു അവസ്ഥ കാണുന്ന സമയത്ത് അനുകമ്പ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വിതുരൻ വന്ന് അദ്ദേഹത്തിന് ഉപദേശിച്ചതും ആ സമയത്ത് അദ്ദേഹത്തിന് ഉള്ളിലുള്ള ജ്ഞാനശക്തി ഉണർന്നു. ഇതൊന്നും സഞ്ജയന് അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സഞ്ജയൻ ദുഃഖിച്ചത്, ധൃതരാഷ്ട്രരെ കാണാത്തതുകൊണ്ട് ദുഃഖിച്ചത് എന്നാണ്. 36 ശ്ലോകം. വിമൃജ്യാശ്രൂണി പാണിഭ്യാം വിഷ്ടഭ്യാത്മാനമാത്മന അജാതശത്രും പ്രത്യോജയ പ്രഭോപാദാവനുസ്മരൻ. ഒരു വിവേകം കൊണ്ട് മനസ്സിനൊക്കെ സാന്ത്വനപ്പെടുത്തിയ ശേഷം അജാതശത്രുവിനോട്, യുധിഷ്ഠിര മഹാരാജാവിനോട് തൻ്റെ യജമാനനെക്കുറിച്ച് സ്മരിച്ചുകൊണ്ട് സഞ്ജയൻ പറയാനായിട്ട് ആരംഭിച്ചു. വിമൃജ്യ അശ്രൂണി പാണിഭ്യാം വിഷ്ടഭ്യ
ആത്മാനം ആത്മന അജാതശത്രും പ്രത്യുവരെ പ്രഭോ പാദൗ അനുസ്മരൻ. 37 ശ്ലോകം. സഞ്ജയ ഉവാച നാഹം വേദ വ്യവസിതം പിത്രോർവക്കുരു നന്ദകുലനന്ദന ഗാന്ധാര്യാവാ മഹാബഹോ മുഷിതോസ്മി മഹാത്മഭി. ന അഹം വേദ വ്യവസിതം പിത്രോः വഹ കുലനന്ദന ഗാന്ധാര്യാः വാ മഹാബാഹോ മുഷിതഃ അസ്മി മഹാത്മഭി. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിനോട് മറുപടി പറയാണ് സഞ്ജയൻ. അങ്ങയുടെ 2 അച്ഛൻ്റെ സഹോദരന്മാരായിട്ടുള്ളവരും ഗാന്ധാരി ദേവിയും അവരുടെയും ദൃഢനിശ്ചയത്തെക്കുറിച്ച് അവരെന്താണ് നിശ്ചയിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ ആ ശ്രേഷ്ഠന്മാരായിട്ടുള്ള അവരൊക്കെ എന്നെ വഞ്ചിച്ചിരിക്കുന്നു എന്ന് പറയാണ്. വാസ്തവത്തിൽ നമ്മൾ ശ്രേഷ്ഠന്മാരായിട്ട് വിതുരനെ പോലുള്ളവരൊക്കെ വഞ്ചിക്കുമോ എന്ന് നമുക്ക് അത്ഭുതം തോന്നും എന്നാണ്. പക്ഷേ ഒരു വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള ഒരു ലക്ഷ്യം എന്താണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾക്ക് മറ്റുള്ളവരെ വഞ്ചിച്ചു എന്ന് തോന്നും എന്നാണ്. അതായത് സഞ്ജയൻ ഒരിക്കലും വിചാരിച്ചില്ല കൊട്ടാരം ഉപേക്ഷിച്ച് ധൃതരാഷ്ട്രർ പോകുമെന്നുള്ളത് സഞ്ജയൻ വിചാരിച്ചില്ല. അതുകൊണ്ടാണ് വഞ്ചിച്ചു എന്ന് പറയുന്നത്. ഇപ്പോൾ ചൈതന്യ മഹാപ്രഭുവിനെ കാണാനായിട്ട് അവിടുത്തെ ശിഷ്യത്വം സ്വീകരിച്ചതിന് ശേഷം അവിടുത്തെ കാണാൻ ആശീർവാദങ്ങൾ വാങ്ങാൻ ആ സാന്നിധ്യത്തിനായിട്ട് സനാതന ഗോസ്വാമി ആഗ്രഹിച്ചു. സനാതന ഗോസ്വാമിയെ ആദ്യം 1 മാസം ലീവ് എടുക്കാനുണ്ടായത്. പക്ഷേ അത് അസുഖമാണ് എന്ന് പറഞ്ഞിട്ടാണ് ലീവ് എടുത്തത്. പക്ഷേ വാസ്തവത്തിൽ അസുഖം ആയിരുന്നില്ല. എവിടെ ഭാഗവത പ്രഭാഷണങ്ങളും സത്സംഗങ്ങളും പിന്നെ പുരസ്ചരണം, അതായത് മുസ്ലിമായിട്ട് മാറി അതിൽ നിന്നും ഉള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യണതും അങ്ങനെയായിരുന്നു ഈ 1 മാസം കഴിച്ചു കൂട്ടിയത്. പക്ഷേ പറഞ്ഞത് എന്താണ്? അസുഖമാണ് എന്നാണ്. അപ്പോൾ എന്തിനാണ്? ഈശ്വരൻ്റെ കരുണയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചില സമയത്ത് മറ്റുള്ളവരെ ഒന്ന് ബോധിപ്പിക്കാനായിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ അസത്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. പക്ഷേ അത് ആർക്കും ഒരു ദോഷവും ചെയ്യില്ല എന്നാണ് പറയണത്. പിന്നെ അദ്ദേഹത്തിനെ തടവിലാക്കപ്പെട്ടു, അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ആ സമയത്ത് ജയിലർക്ക് കൈക്കൂലി കൊടുത്തിട്ട് 9,000 സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തിട്ടാണത്രേ, കൈക്കൂലി കൊടുത്തിട്ടാണത്രേ ഈ സനാതന ഗോസ്വാമി അവിടുന്ന് രക്ഷപ്പെട്ടത്. അതും ഒരു വഞ്ചനയാണ്. പക്ഷേ അത് വഞ്ചന എന്നതിനെ പറയാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ആർക്കും ഒരു ദോഷവും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ലോകത്തിന് ഗുണമുണ്ടായി എന്നാണ്. ആത്മജ്ഞാനപരമായിട്ടുള്ള അതീന്ദ്രിയമായിട്ടുള്ള കബളിപ്പിക്കലിൽ ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് അവിടെ 38 ശ്ലോകം. അഥാജഗാമ ഭഗവാൻ നാരദ സഹ തുംബുരു പ്രത്യുത്ഥാനാഭിവാദ്യ സാനുജോഭ്യർച്ചയന്നിവാം. സാനുജോഭ്യർച്ചയൻ മുനിം. അഥാജഗാമ ഭഗവാൻ നാരദ സഹ തുംബുരു പ്രത്യുത്ഥായാഭിവാദ്യ സാനുജോഭ്യർച്ചയൻ മുനിം. അഥ ആജഗാമ ഭഗവാൻ നാരദ സഹ തുംബുരു പ്രത്യുത്ഥായ അഭിവാദ്യ ആഹ സാനുജ അഭ്യർച്ചയൽ മുനിം. സഞ്ജയൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നാരദ മഹർഷി എത്തിച്ചേർന്നു അവിടെ. അപ്പോൾ നാരദ മഹർഷിയുടെ ഒപ്പം നാരദ മഹർഷിയുടെ വീണയും ഉണ്ട്. വീണയുമായിട്ട് നാരദ മഹർഷിയുടെ പ്രത്യക്ഷപ്പെട്ടു. ആ സമയത്ത് യുധിഷ്ഠിരൻ, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായിട്ടുള്ളവർ അവരെല്ലാവരും എഴുന്നേറ്റ് നാരദ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് വേണ്ട വിധത്തിൽ നാരദ മഹർഷിയെ സ്വീകരിച്ചു എന്നാണ്. ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനായതുകൊണ്ട് നാരദനെ ഭഗവാൻ എന്ന് പറയാറുണ്ട്. അതായത് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ലവിങ് സർവീസ്
അതിനു വേണ്ടിയിട്ട് എങ്ങനെ നിരന്തരമായിട്ട് ലയിച്ചിരിക്കുന്നവരെ ഭഗവാന് തുല്യമായിട്ടാണ് ശാസ്ത്രങ്ങൾ പറയാറുള്ളത് എന്നാണ്. ഭഗവാൻ വ്യത്യസ്ത സേവകരെയും ഭഗവാനെയും തുല്യ നിലയിൽ തന്നെ ഒരേപോലെ തന്നെ ഉപചാരങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഭഗവാന്റെ അത്രയും പ്രിയപ്പെട്ട വിശ്വസ്തമായ ഭക്തർ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. കാരണം അവർ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് പല സ്ഥലങ്ങളിൽ അവർ സഞ്ചരിക്കുന്നു, അഭക്തന്മാരെ ഭക്തന്മാരാക്കി മാറ്റുന്നു, അവരൊക്കെ യഥാർത്ഥ ബോധത്തിൽ അവരെ വരുത്തുന്നു, താൻ ആരാണെന്നുള്ള ബോധത്തിലേക്ക് അവരൊക്കെ വരുത്തുന്നു. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ജീവജാലത്തിന് അവൻ്റെ സൃഷ്ടിപരമായിട്ടുള്ള ഘടനയുടെ ഒരു സൃഷ്ടിപരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് നോക്കുന്ന സമയത്ത് അവർക്ക് ഒരിക്കലും ഒരു ഭക്തനാവാതിരിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? അവൻ്റെ ഹൃദയത്തിൽ ഈശ്വരനാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഒരാൾ അഭക്തനോ നാസ്തികനോ ആയിക്കഴിഞ്ഞാൽ യഥാർത്ഥ നിലയിലല്ല അവർ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ സമയത്ത് അങ്ങനെയുള്ള ജീവജാലങ്ങളെ, അങ്ങനെയുള്ള ആളുകളെ വിശ്വസ്തരായിട്ടുള്ള ഭഗവാന്റെ ഭക്തന്മാർ ഉത്ബോധനം ചെയ്തിട്ട് അവരെ യഥാർത്ഥ വഴിയിലേക്ക് കൊണ്ടുവരാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളാണ് നാരദ മഹർഷി. നാരദോ ദേവദർശന എന്നാണ് പറയുന്നത്. നാരദ മഹർഷിയെ ഭഗവാനെ കാണിച്ചു കൊടുക്കാൻ നാരദ മഹർഷിയെപ്പോലെ ഇത്രയും പ്രാഗൽഭ്യമുള്ള വേറൊരു മഹർഷിയില്ല. അതുകൊണ്ട് ഭഗവാൻ നാരദൻ എന്നുള്ള വാക്ക്, നാരദൻ എന്തുകൊണ്ടും ഭഗവാൻ എന്നുള്ള വാക്ക് യോജിക്കുന്നു എന്നാണ്. ഹരേ കൃഷ്ണ. ഇപ്പം നമ്മളിവിടെ നിർത്തുകയാണ്. ബാക്കി നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ഹരേ കൃഷ്ണ. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.